ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറെ പ്രത്യേകമായിട്ട് ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഹോളി ഫയർ മിനിസ്ട്രിയുടെ ക്രിസ്തുമസ് ആശംസകൾ എല്ലാവർക്കും വല്ലാതെ സ്നേഹത്തോടെ നേരുന്നു. നിങ്ങൾ ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തീർച്ചയായും ഹോളി ഫയർ മിനിസ്ട്രി ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഭക്തിയാദരപൂർവ്വം ഈ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ച് ഇന്നേ ദിവസം നമ്മൾ ഒരുക്ക ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നാലാമത്തെ ഘട്ടത്തിലേക്ക്. നാലാമത്തെ ഘട്ടത്തിൻ്റെ വിചിന്തന വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് യേശുവിൻ്റെ സ്നേഹം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുക എത്രയോ ഉചിതമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അത് തീർച്ചയായിട്ടും 5-6 മിനിറ്റിൽ ഒതുങ്ങുന്നത് പോലെ അവതരിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതുപോലെ തന്നെ വിസ്താര ഭയം കൊണ്ട് ഞാൻ അധികം വലിയ തരങ്ങളിലേക്ക് കടക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇന്നേ ദിവസം ഈ ക്രിസ്തുമസിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുക? ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ: ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. എത്ര ലളിതമായിട്ടാണ് ഒരു വലിയ കാര്യത്തെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. പഴയ നിയമത്തില് ദൈവം മനുഷ്യരോട് എങ്ങനെയാണ് സംവദിച്ചിരുന്നത്? ഹൊറേബ് മലയിൽ കത്തിച്ചൊലിക്കുന്ന മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനോട്, മോശയോട് സംവദിക്കുന്നത്. സീനായ് മലയിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് അഗ്നി ജ്വാലകളുടെ മധ്യത്തിലാണ്. കൃത്യമായ ഒരു നിർദ്ദേശവും അപ്പോൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നു. ഞാൻ ഈ മലയെ സമീപിക്കുമ്പോൾ, മലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലയെ സമീപിക്കുന്നവൻ ആരായാലും കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ മഹത്വ പ്രതാപങ്ങളോടെയാണ് പഴയ നിയമത്തിൽ ദൈവം കടന്നു വന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നെങ്കിലും മനുഷ്യനും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ഇടയിൽ ഒരുപാട് അകൽച്ചകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നീ എൻ്റെ മുഖം കാണരുത്, കണ്ടാൽ നീ മരിച്ചു പോകും. ഒരു സുഹൃത്തിനോട് എന്ന പോലെയാണ് മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീ എൻ്റെ മുഖം കാണരുത്, കണ്ടാൽ മരിച്ചു പോകും. അപ്പോ അവിടെ നിന്നും അങ്ങനെ ദൈവതുല്യനായി തന്നെ ദൈവമായി തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ പഴയ നിയമ കാലഘട്ടത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട ഒരു ദിവ്യ ശിശു ബെത്ലഹേമിൽ ഭൂജാതനായത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത്. ക്രിസ്തുമസ് ഒരു വലിയ സ്നേഹമാണ്. കാരണം ദൈവം ദൈവീകമായ തലങ്ങളിൽ നിന്ന് മാറി മനുഷ്യന്റെ അടുത്തേക്ക്, അവന്റെ കൂടെയായിരിക്കാൻ, അവന് തൊടാൻ കഴിയുന്നത് പോലെ, അവന് കേൾക്കാൻ കഴിയുന്നത് പോലെ, അവന് കാണാൻ കഴിയുന്നത് പോലെ, അവിടെ പോലും വലിയ ഭാവങ്ങൾ ഒന്നുമില്ലാതെ, രാജകൊട്ടാരത്തിലേക്കല്ല, നമ്മളെ ചെറുതാക്കുന്ന ഒരു വലിയ സാന്നിധ്യമായിട്ടല്ല, മറിച്ച് ഏറ്റവും ചെറിയ സാന്നിധ്യമായിട്ട് ക്രിസ്തു കാലിത്തൊഴുത്തിൽ ഒരു ഭൂജാതനായി, ദിവ്യ ശിശുവായി അവൻ വന്നു പിറന്നു. എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത്. അപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സ്നേഹമാണ്. ഇനി അത് ഈശോയുടെ ജനനം, ഇനി ഈശോയുടെ മരണത്തിലേക്ക് കടന്നു വന്നാൽ, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മാതൃക ജീവൻ ബലി കഴിച്ചുകൊണ്ട് സ്നേഹിതന്മാരല്ലാതിരുന്നിട്ട് കൂടി പാപികളായിരിക്കെ അവർ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലാണ് സ്നേഹം. സ്നേഹത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ മരിക്കാൻ തയ്യാറാകുന്നത് അപൂർവമാണ്. പക്ഷേ പാപികളായിരിക്കെ അവർ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ജനനത്തിലും മരണത്തിലും ഈ വലിയ സ്നേഹം നൽകിക്കൊണ്ടാണ് ക്രിസ്തു ഈ നമ്മളോട് സംവദിക്കുന്നത്. ഈ ക്രിസ്മസ് കാലയളവിൽ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനിക്കേണ്ടത് അവൻ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാണ്. ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ പലതവണ ആവർത്തിക്കുന്നുണ്ടല്ലോ. ദൈവം സ്നേഹമാണ്. ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ലളിതമായ ഒരു നിർവചനം, ഏറ്റവും മനോഹരമായ ഒരു നിർവചനം ദൈവം സ്നേഹമാണ്. പ്രിയമുള്ളവർ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ വലിയ സ്നേഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് ധ്യാനിക്കാം.
ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും ഹോളി ഫയർ മിനിസ്ട്രിയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഹോളി ഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന്
വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.